ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ടൊറന്റോ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. ഓക്കെ, ഈ പൂ കണ്ടില്ല? ഈ പൂ ഈപ്പൻ മെറിയം, ഫോൺ നമ്പർ ഇല്ലാത്തായിരുന്നു. ജോയ്സമ്മ, ജെറി, ജീനമ്മ. ഹലോ ഹലോ, ബൈ, ഹായ്. ടൊറന്റോ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇവിടുന്ന് 1400 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ദോഹ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ടൊറന്റോ എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് ഖത്തർ എയർവേസിൽ ദോഹയിൽ ചെന്നിറങ്ങും. അങ്ങനെ ദോഹയിൽ നിന്നാണ് പിന്നെ തുടർന്നുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഏകദേശം ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴയാണ്. ചെറുതായിട്ട് കോടയുണ്ട്. എനിക്ക് എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? കാലാവസ്ഥ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഇതുവരെ 2-3 ദിവസം കുഴപ്പമുണ്ടായില്ലേ? നല്ല മഴ. ഇന്നലെ തൊട്ടുണ്ടായിരുന്നു രാത്രി നല്ല മഴയാണ്. നല്ല മഴയാണ്. ഞങ്ങൾക്ക് രാത്രി 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കഥ വലിയ കഥയാണ്. കഥ എയർപോർട്ടിൽ ചെന്നിരിക്കുമ്പോൾ പറയാം. ഫ്ലൈറ്റാണ് ക്യാൻസലായിട്ട് പിന്നെ കിട്ടിയതാണ്. അപ്പോൾ മഴയും കാണാം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എയർപോർട്ടുണ്ട്. ഇപ്പൊക്കെ റെസ്റ്റ് ചെയ്യാം പുറകിൽ. അപ്പം നല്ല ഉറങ്ങാം. അപ്പം കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. കഴിഞ്ഞ വട്ടം പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഉറക്കം കൊണ്ട് ഞങ്ങൾക്ക് കൂർക്കമലി കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ കൂർക്കമലി ഫ്രണ്ട് വരും. പുതിയ ഫോട്ടോ ഹലോ, ഞങ്ങൾ ടൊറന്റോ എയർപോർട്ടിൽ മുൻപിൽ വന്ന് നിൽക്കുക. ഉള്ളിലേക്ക് കയറാൻ പോണ വെൽദോ വന്നിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട്. വെൽദോനോട് ഈപ്പ് കയറിയിരിക്കുകയാണ്. ഈപ്പു ഹായ്. ഈപ്പു ഹായ്. ഹായ് 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 അനു ഹായ്. ഞങ്ങളുടെ ചെക്കിങ് കഴിഞ്ഞു. ചെക്കിങ് കഴിഞ്ഞ് ബാഗേജ് എല്ലാം കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ അല്ലപ്പാ ബാഗേജ് എല്ലാം ഓക്കെ. ഇനി ഞങ്ങൾ ഗേറ്റിലോട്ട് പോവാം. ഗേറ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും കാപ്പി വേണമെന്ന്. കാപ്പി കുടിക്കാൻ വേണ്ടി ടീം ഹോട്ടൽസ് ഇതേ എടുത്തു. ഈപ്പൻ അവിടെ വെച്ചറാ. അപ്പോൾ മേടിച്ചാൽ അവിടെ വെച്ചി. അത് പറഞ്ഞിട്ട് എടുക്കണം. എടുത്തെടുത്തു. ഇപ്പി അത് കാശ് കൊടുത്ത് മേടിച്ചാണ്. അവിടെ വെച്ച് അപ്പോൾ എടുത്തരാം അവിടെ വെച്ചോട്ടാ. ഗുഡ് ബോയ്. ടൊറന്റോ എയർപോർട്ട് വലിയ എയർപോർട്ടാണ്. പല രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളും ഇവിടെ ഇന്ന് പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഖത്തർ എയർവേസ് ഒത്തിരി ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകണമെങ്കിൽ ബസ്സിൽ പോകണം. അപ്പം ഞങ്ങൾ ബസ്സിലാണ് ഇപ്പോൾ ഖത്തറിൻ്റെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ട ഫ്ലൈറ്റുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത് ഇത്രയും വലിയൊരു
എയർപോർട്ടിൽ ഒത്തിരി ഫ്ലൈറ്റുകളൊക്കെ ഒരേ സമയം നമുക്ക് കാണാൻ പറ്റുക നമുക്കൊരു വലിയ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തുക. അപ്പോൾ അവിടെ ചെന്നാൽ ഞങ്ങൾ യാത്ര പുറപ്പെടാനുള്ള സമയമായി. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ഖത്തറിൻ്റെ വന്ന് കിടക്കുന്നതാണിത്. അപ്പോൾ ഇതിലാണ് ഞങ്ങളുടെ യാത്ര. ജോസി, where are you going? പ്ലെയിൻ്റെ ഉള്ളിലോട്ടാ? ഏത് പ്ലെയിൻ? ഇപ്പി, let's go. പിന്നെ സ്വന്തമായിട്ടൊരു സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഖത്തറിൽ. ഹായ്. അണ്ണു ലാപ്പാണ്, ലാപ്പിലാണ്. ജീന ഇവിടെയുണ്ട്, അമ്മയ്ക്ക് അവിടെയാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ജോയ്സി, എന്താണ് പറയാനുള്ളത്? നമ്മുടെ കഥാനായകൻ ഇവിടെയുണ്ട്. കഥാനായകനെ അവര് നൈസായിട്ട് ഒഴിവാക്കിയതാ, മുമ്പിലോട്ട് വിട്ടു. ഞാനിവിടെ ഉണ്ട്. വൈകാതെ നമുക്ക് വീണ്ടും നേരിൽ കാണാം. ഓക്കെ. ഈപ്പൻ ഒന്നെങ്കിൽ ഈ ഫ്ലൈറ്റ് ഈപ്പൻ പൊളിക്കും. ബായ്. ഓക്കെ, ബായ് പറഞ്ഞു ഈപ്പൻ. ഓക്കെ, അപ്പോൾ വഴി ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണമാണിത്. അതായത് പരിപ്പ് കറി ഉണ്ട്, ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതിൻ്റെ കൂടെ സ്വീറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ ജോയ്സിക്ക് ഫ്ലൈറ്റിലത്തെ ഭക്ഷണം ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഖത്തർ എയർവേസിൻ്റെ നല്ല ഭക്ഷണമാണ് കേട്ടോ അവർ തരുന്നത്. ഇത് ജോയ്സ് കഴിക്കുന്നത് മസാല ദോശയാണ്, അപ്പോൾ ഞാൻ കഴിക്കുന്നത് ചോറും. അപ്പോൾ എല്ലാത്തരം ഭക്ഷണങ്ങളും നമുക്ക് കിട്ടും. എന്ത് വേണമെങ്കിൽ, അതുപോലെ തന്നെ ഡ്രിങ്ക്സ് വേണമെങ്കിൽ ഡ്രിങ്ക്സ് കിട്ടും, എല്ലാം തരും. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. Ada saya ikut
المساكين التي أمامكم في البوابة الإلكترونية لإنهاء إجراءات الجوازات ويطلب من الزائرين لأول مرة ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്വേഷിയ വന്നിറങ്ങുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്ലോബ് പോലെ 25 ഇയേഴ്സിൻ്റെ ഡ്യൂട്ടി ഫ്രീ 25 ഇയേഴ്സിൻ്റെ സെലിബ്രേഷൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എങ്ങനെയുണ്ടപ്പാ? അടിപൊളി ഓ ഖത്തർ എയർവേസ് ആണ്, അല്ല മറ്റേ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങള് ഖത്തറിലെത്തി, അടുത്ത ഫ്ലൈറ്റ് കയറാനായിട്ട് ഞങ്ങള് തയ്യാറെടുക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് കുപ്പി വാങ്ങണം, കുപ്പി വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ, എന്നാൽ അടുത്ത കുപ്പി മേടിക്കാൻ പോകാം. ഷിബായ് പറഞ്ഞേ. EP പർച്ചേസിങ്ങിലാണ്. EP എന്നിട്ടത് എന്നാ അതായിട് കോട്ടയിലിട്. പോ നോക്കൂ, ഫ്ലൈറ്റിൻ്റെ സമയമായി. ജോയ്സ് ഈശ്വർ ഞങ്ങൾ കുപ്പികളെടുത്തു. ടക്കീലെടുത്തിട്ടുണ്ട്, പിന്നെ ബെൽവെദർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ട്രിപ്പിൾ ഓഫർ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ കുപ്പി വേറെ മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്യുന്നത് മാത്രമാകും. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാം. ജീപ്പനാണ് ആദ്യം പോകണം. ബോർഡിംഗ് പാസ് തപ്പണേക്കാൻ മുമ്പ് ഇപ്പം പോവും എപ്പോഴും. ഫസ്റ്റ് പിന്നെ ഓൾവേസ് ഫസ്റ്റ്. എങ്ങടെ പോണു നീ ഇതിലാണോ പണിയെടുക്കണേ? ഗൈസ് ഞങ്ങളെത്തി, പെട്ടികളെല്ലാം കിട്ടി, ഓൾ സെറ്റ്. ഇപ്പം കുറുമ കാണിക്കാൻ നിൽക്കുവാണേ. ഒരു വാഷ്റൂം പോയേക്കാം. അപ്പൻ ഇവിടെ ഉണ്ട്, ഗിരിയ ഇവിടെ ഉണ്ട്. തിരക്കുണ്ട് ആവശ്യത്തിന്. ഈ ബെൽറ്റിനില്ല, ഞങ്ങളുടെ ബെൽറ്റിനുണ്ടാവും. രായിപ്പാ ഹലോ പറഞ്ഞേ. നീ നിർ കാണിക്കണേ. കണ്ട കുറുമ കാണിക്കാൻ നിൽക്കുന്നത് കണ്ട. കണ്ണാടയിൽ ഇടുക. വാ 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 ഇടുക. ഗൈസ് അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പറയടാ അന്നു 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 നമുക്ക് എക്സിറ്റിലോട്ട് പോവാം. ഞങ്ങൾ കൊച്ചിയിലെത്തി. ഞങ്ങളത് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി എല്ലാവരും അവിടെ നിന്നൊട്ടേ ആൾക്കാരുണ്ട്. ഇതേ സാമ പോകണം, പപ്പീപ്പനും പോകണം. ബോർഡും വർഷത്തേച്ചും വരുന്നുണ്ട്. ബോർഡോ വർഷത്തേച്ചി അടുത്ത ഗ്യാങ് എത്തിയിരിക്കുകയാണ്. ജോയ്സി ആൻഡ് ഗ്യാങ്. ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി. ടെർമിനൽ 3 കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയാവാണ്. ഇതാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വന്ന വണ്ടി. ഞങ്ങൾ പെട്ടികളെല്ലാം കേട്ടെ. ഹലോ ഫ്രണ്ട്സ്,
ഞങ്ങളങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു. ചെക്കിങ് കുറച്ച് സമയമെടുത്തു. ഇതെല്ലാവരും എത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജീനയുടെ പപ്പ, ജീനയുടെ മമ്മി എവിടെയാണ്? ജീനയുടെ മമ്മിയാ ഓരോരുത്തരുടെ ജീനയുടെ മമ്മി. അതുപോലെ തന്നെ അതെ അതിവിടെ കാണിച്ചില്ലെന്ന് പറഞ്ഞ മിറിയത്തിനെ കാണിച്ചു. പിന്നെ ഇതേ നമ്മുടെ സാമുട്ടൻ, വലിയ ചക്കനായി സാമുട്ടൻ കണ്ട, മണ്ടൻ ചക്കനായി സാമുട്ടൻ. സാമുട്ടൻ. അതുപോലെ ഇപ്പം ഞങ്ങളുടെ ജീനയും ജെറിയും, പിന്നെ ജെറിയുടെ കയ്യിലിരിക്കുന്നത് ആദം, അതായത് ഗോഡുവിൻ്റെ മോനാണ്. അതുപോലെ അടുത്ത ആൾ ഫിറോഷ്, ഇറ്റലി. ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ താരം. വർഷ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ താരം. അതുപോലെ ഗോഡു മോൻ, പിന്നെ ഈസ മറിയം. ഓക്കെ. ഇറ്റലി ബ്ലസ്സി, നിയ സെഫാനിയ, ജോയ്സമ്മ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കുക. ശരി, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ചേർന്ന് ഒരു ഹായ് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക്. അപ്പോൾ ഓക്കെ, ഹായ്. ആൾക്കാർ കൂടുതൽ കാരണമുണ്ടെങ്കിൽ ഞാൻ വട്ടം ഇരിക്കണേ. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുന്നു. ഓക്കെ.